നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൈസൂരു ഹുൻസൂരിലെ ജ്വല്ലറി കവർച്ച നടന്ന് ഒരാഴ്ചയായിട്ടും പ്രതികളെക്കുറിച്ച് സൂചനയില്ല. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ നിന്നും കവർച്ച പോയത് 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ. തൃക്കരിപ്പൂർ ഹോട്ടൽ അക്രമം. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ 4 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം. യുവാവിനെതിരെ കേസ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ, കയ്യിലേക്കെത്തിയാൽ അത് ജീവൻ തുടിക്കുന്ന മനോഹരങ്ങളായ വസ്തുക്കളായി മാറും. കരവിരുതുകൊണ്ട് കാഴ്ചകളുടെ വിസ്മയലോകം തീർത്ത് ആയിഷ ലിയ. യേശുദാസിന്റെ 86ാം ജന്മദിനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സംഗീതാർച്ചന സംഘടിപ്പിക്കുമെന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തായിരിക്കും പരിപാടി. KPSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ശിവജ്യോതി ഭവന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. രാജയോഗി ബ്രഹ്മകുമാർ ഡോക്ടർ ബസവരാജ രാജ ഋഷിജി ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. മൈസൂരു ഹുൻസൂരിലെ ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ചയായിട്ടും പ്രതികളെ കുറിച്ച് സൂചനകൾ പോലും ലഭിക്കാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. മൈസൂരു ജില്ലയിലെ ഹുൻസൂരിൽ ബൈക്കിലെത്തിയ 5 അംഗ സംഘം തോക്കുചൂണ്ടി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയായും പ്രതികളെ കണ്ടെത്തുവാനായില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. 8 മിനിറ്റ് കൊണ്ട് സംഘം 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് കവർച്ച ചെയ്തത്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തുവെന്നാണ് FIR-ൽ പറയുന്നത്. തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ 2 പ്രതികളുടെ മുഖം വ്യക്തമാണ്. എന്നാൽ ഇവർ ആരാണെന്നതിൽ പോലീസിന് ഇതുവരെയായും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. 3 ദിവസം മുൻപ് ഹുൻസൂരിലെ ഒരു ലോഡ്ജിൽ തങ്ങിയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം സംഘം എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഇതിനിടെ ജ്വല്ലറി കവർച്ചാ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂരു SP വിഷ്ണുവർദ്ധനനെ സ്ഥലം മാറ്റിയ നടപടി ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ലയിൽ പട്ടാപകൽ നടന്ന കോടികളുടെ കവർച്ചയിൽ പോലീസിന് തുമ്പുണ്ടാക്കുവാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. തൃക്കരിപ്പൂർ ഹോട്ടൽ അക്രമം. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ 4 പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിലെ പോക്കോ റെസ്റ്റോറന്റിൽ പുതുവത്സര പിറവിക്ക് തൊട്ടു മുൻപ് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പയ്യന്നൂർ കാര സ്വദേശികളായ അദ്വൈത്, ശ്രീജിത്ത്, ഷാജിത്ത്, നിഖിൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. റെസ്റ്റോറന്റിലുണ്ടായ അക്രമ സംഭവത്തിൽ പോലീസ് 19 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. റെസ്റ്റോറന്റിൽ അക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം. യുവാവിനെതിരെ കേസ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച യുവാവിനെതിരെ കേസ്. യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതോടെ അമിതമായ അളവിൽ ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. യുവതിയെ നിരവധി തവണ പീഡിപ്പിച്ച ശേഷം ഇയാൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തുടർന്നാണ് യുവതി ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി യുവതിയുടെ മൊഴിയെടുത്തു. ശേഷം ഗോകുലിനെതിരെ കേസെടുത്തു. യുവതി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ, ആയിഷ ലിയയുടെ കയ്യിലേക്കെത്തിയാൽ അത് ജീവൻ തുടിക്കുന്ന മനോഹരമായ വസ്തുവായി മാറും.
ബന്ദിയോട് ഇച്ചിലംകോട് സ്വദേശി ലത്തീഫിന്റെയും സാറാബിയുടെയും മകളായ ആയിഷാലിയ കരവിരുത് കൊണ്ട് കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകം തന്നെ തീർത്തിട്ടുണ്ട്. കരാട്ടെ മത്സരങ്ങളിലും ഈ മിടുക്കി മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്നും ജീവൻ തുടിക്കുന്ന മനോഹരങ്ങളായ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലൂടെ ശ്രദ്ധേയായിരിക്കുകയാണ് ആയിഷാലിയ എന്ന ഈ കൊച്ചുമിടുക്കി. ബന്ദിയോട് ഇച്ചിലങ്കോട് സ്വദേശി ലത്തീഫിന്റെയും സാറാബിയുടെയും മകളായ ആയിഷാലിയ കരവിരുത് കൊണ്ട് കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകം തന്നെ തീർത്തിരിക്കുകയാണ്. കാർഡ്ബോർഡ് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കളിൽ നിന്നുമാണ് ഈ കലാകാരി ജീവൻ തുടിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കി തൻ്റെ കരവിരുതിലൂടെ മനോഹരങ്ങളായ രൂപങ്ങൾ ഒരുക്കുന്നത്. മുട്ടം കുനിൽ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷാലിയ വേറിട്ട കഴിവിലൂടെ കൂട്ടുകാർക്കിടയിലും നാട്ടിലും ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ്. എൻ്റെ പേര് ആയിഷാലിയ. ഞാൻ കുനിൽ സ്കൂൾ മുട്ടമിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഞാനൊരു വീട്, കിണർ, റോക്കറ്റൊക്കെ ഉണ്ടാക്കും. അത് പഴയ കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. അതാണ്ട് ഇത് സ്ഥാപിച്ച അതിന് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കസിൻ ദീദി ഹാനിയെ സഹായിച്ചിട്ടുണ്ട്. ബാപ്പൻ്റെയും ഉമ്മാൻ്റെയും ആൻറ്റിൻ്റെയും എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. പിതാവ് ലത്തീഫിന്റെയും മാതാവ് സാറാബിയുടെയും മികച്ച പിന്തുണയാണ് കലാരംഗത്ത് ആയിഷാലിയയുടെ കരുത്ത്. ഇളയമ്മ ഹാജിറാബിയും മകൻ സാബിത്തും മൂത്തമ്മ ഫാത്തിമയും മകൾ ആനിയയും എല്ലാ സഹായങ്ങളുമായി ആയിഷാലിയയ്ക്ക് പിന്തുണ നൽകുന്നു. കരാട്ടെ മത്സരങ്ങളിലും മികവ് തെളിയിച്ച് ഈ കൊച്ചുമിടുക്കി മെഡലുകൾ വാങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ 86ാം ജന്മദിനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സംഗീതാർച്ചന സംഘടിപ്പിക്കുമെന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. 2000 തുടങ്ങി വെച്ച ഒരു സംഗീതാർച്ചനയാണ്. ദാസേട്ടന്റെ ഷഷ്ടി പൂർത്തി 2000-ലാണ്. അപ്പോൾ ലോക മലയാളികൾ മുഴുവനും പല പല രീതിയിൽ ഒരു ഷഷ്ടി പൂർത്തി ആഘോഷം നടത്തുന്നതിൻ്റെ പേരിൽ എനിക്കും തോന്നി എന്തെങ്കിലും ചെയ്യണം എന്ന വിധമായിട്ടൊരാഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെയാണ് ആദ്യമായി എനിക്കൊരു മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം, ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാത്ത, ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണവിവേചനങ്ങളുടെയോ ഒന്നിൻ്റെയും അതിർവരമ്പില്ലാത്ത ഒരു ക്ഷേത്രമാണ് മൂകാംബിക സന്നിധാനം, അമ്മയുടെ സന്നിധാനം. അവിടെയാണ് ദാസേട്ടൻ എപ്പോഴും ഈ ജനുവരി 10 ഈ പിറന്നാൾ ദിവസം വന്നിട്ട് അർച്ചനയൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഉദയാസ്തമാന സംഗീതാർച്ചന അവിടെ നടത്താൻ സാധിക്കണം. അങ്ങനെയാണ് 2000 തുടങ്ങിയത്. ഇതാദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് എതിർപ്പുകൾ ഇതിനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വകവെക്കാതെയാണ് ഞാനിത് തുടങ്ങിയത്. എന്തോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കൊറോണ വന്ന കാലത്ത് പോലും വളരെ കൃത്യമായി ഈ അർച്ചന നമുക്ക് നടത്താൻ പറ്റിയെന്നുള്ളതാണ് ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക സംഗീതാർച്ചന സമിതി ഏർപ്പെടുത്തിയ ഇക്കൊല്ലത്തെ സൗപർണികാമൃതം പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ RK ദാമോദരനാണെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, VV പ്രഭാകരൻ, സന്തോഷ് കമ്പല്ലൂർ എന്നിവർ അറിയിച്ചു. കവി, ചലച്ചിത്ര ഗാനരചയിതാവ്, പത്രപ്രവർത്തകൻ, കലാനിരൂപകൻ, പ്രഭാഷകൻ തുടങ്ങിയ നിലകളിലെല്ലാം വിശ്രുതനായ RK ദാമോദരൻ മലയാള ഭാഷയ്ക്കും സംസ്കൃതിക്കും നൽകിയ സമഗ്ര സംഭാവനകളെ പുരസ്കരിച്ചാണ് അവാർഡ്. 1001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 10-ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം മുഖ്യ അർച്ചകനും തന്ത്രിയുമായ ഡോക്ടർ K രാമചന്ദ്ര അടിഗ പുരസ്കാരം സമ്മാനിക്കുമെന്നും മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റി PV അഭിലാഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുമെന്നും ഇവർ അറിയിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മഹൽ വ്യക്തികൾക്ക് നമ്മൾ ഈ സൗപർണികാമൃതം പുരസ്കാരം, ആ പേരങ്ങനെയാണ്. അതിൽ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമ്മുടെ കുമാര കേരളവർമ്മ സംഗീതത്തിന് അതിപ്രശസ്തമായ സംഗീതത്തിനാണ്. അദ്ദേഹത്തിന് കൊടുത്തു, കൈതപ്രത്തിന് കൊടുത്തു, ഒരുപാട് പേര്, സുകുമാർ, വിദ്യാധരൻ മാസ്റ്റർ, ഒരുപാട് പേർക്ക് കൊടുക്കാൻ. അത് ഇപ്രാവശ്യം നമ്മൾ വീണ്ടും അത് തുടങ്ങാൻ പോവുകയാണ്. ആ സൗപർണികാമൃതം പുരസ്കാരം ഇപ്രാവശ്യം സെലക്ട് ചെയ്ത് വളരെ പ്രശസ്തനായ ഒരു ഗാനരചയിതാവും വാഗ്മിയും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ RK ദാമോദരനാണ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ രവിവർമ്മ ചിത്രത്തിൻ പ്രതിഭാവമേ അതൊക്കെ അല്ലേ, ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യത്തെ ഈ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മാധ്യമ സഹോദരങ്ങളുടെ എല്ലാവരുടെയും
നിസ്വാർത്ഥമായ സേവനമാണ് ഇതിൻ്റെയൊക്കെ അടിയാധാരം. നമുക്കൊരു വളക്കൂർ നിങ്ങൾ മാത്രമാണ്. ഞാനെപ്പോഴും കണ്ണൂരിൽ വെച്ചിട്ടാണ് ഈ പ്രസ് മീറ്റ് നടത്താറുള്ളത്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം തോന്നി ഞാൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രനാണ്. കാസർഗോഡിൻ്റെ ഒരു എന്താ പറയുക ഒരു കലാ സാംസ്കാരിക മേഖല തന്നെയാണ് കാഞ്ഞങ്ങാട്ട്. എന്നെ ഇത്രയും എടുത്ത് വളർത്തിയ നിങ്ങളെ ഇടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു ശരിയല്ലല്ലോ. എനിക്ക് തോന്നി ഇപ്രാവശ്യം നമുക്ക് ഇവിടെ തന്നെ വെച്ച് നടത്താം. എല്ലാ വർഷവും ഇവിടെ തന്നെ വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹമുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. LSS USS പരീക്ഷകളുടെ പേര് മാറ്റി CM പരീക്ഷയാക്കി നടത്തുവാനുള്ള നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന പിണറായി സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. LSS USS പരീക്ഷകളുടെ പേര് മാറ്റി CM പരീക്ഷയാക്കി വിദ്യാർത്ഥികളെ നിരാശരാക്കുന്ന തരത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷാ രീതികൾ മാറ്റുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും കേരളം ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പക്ഷേ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശരിയായ ദിശയിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോയി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുടെ അടുക്കലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഈ അന്വേഷണം എത്തുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഒരു തർക്കവുമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്ന രൂപത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് മൂലം ഏറെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ മുമ്പോട്ട് പോയ സർക്കാരായി മാറി. ഉപജില്ലാ പ്രസിഡന്റ് MP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. TMK വിഷ്ണുനമ്പീശൻ സ്മാരക അധ്യാപക പുരസ്കാര ജേതാവ് P ശശിധരൻ മാസ്റ്ററെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം AV ഗിരീശൻ അനുമോദിച്ചു. ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ A രവീന്ദ്രൻ, റവന്യൂ ജില്ലാ ഭാരവാഹികളായ T മധുസൂദനൻ, K സുഗതൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK സജിത് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. KV വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KPSTA കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. AKPA കാസർഗോഡ് വെസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ആശിത് റായുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് വസന്ത് കെരമനെ അധ്യക്ഷത വഹിച്ചു. ദീപാവലി, കേരളപ്പിറവി എന്നിവയോടനുബന്ധിച്ച് AKPA അംഗങ്ങൾക്കായി കാസർഗോഡ് മേഖലാതലത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കാസർഗോട്ടെ മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രദീപ് ബേക്കൽ മുഖ്യാതിഥിയായിരുന്നു. ഫോട്ടോഗ്രാഫിയും പത്രമാധ്യമവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നും ഫോട്ടോ ഉണ്ടായാൽ മാത്രമേ ഒരു വാർത്ത പൊതുജനങ്ങളിലേക്ക് ശരിയായി എത്തുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. AKPA സംഘടിപ്പിച്ച നിരവധി പരിപാടികളുടെ ഫോട്ടോകൾ പത്രങ്ങളിൽ സ്ഥിരമായി ലഭിക്കുന്നതിനെ അദ്ദേഹം ಪ್ರಶಂಸಿക്കുകയും ചെയ്തു. ಒಂದು ಫೋಟೋ ಒಂದು ಕ್ಲಿಕ್ ಆಗಬೇಕಂದ್ರೆ ಆ ಫೋಟೋದಲ್ಲಿ ವಿಶೇಷತೆ ಇರಬೇಕು, ಒಂದು ಕ್ರಿಯೇಟಿವಿಟಿ ಬೇಕು. ಈಗ ಹೆಚ್ಚಿನ ಕಾಸರಗೋಡಿನ ಹೆಚ್ಚಿನ ಫೋಟೋಗ್ರಾಫರ್ಸ್ನವರು ಒಳ್ಳೆ ಕ್ರಿಯೇಟಿವಿಟಿಯಲ್ಲಿ ಈ ಫೋಟೋಸ್ ತೆಗೆದಿದ್ದಾರೆ. ಅದರ 1 ವರ್ಷದಿಂದ ನಮಗೆ ಪತ್ರಿಕೆಗೆ ಈ ಫೋಟೋಗ್ರಾಫರ್ಸ್ನವರು ಮಾಡಿದ ಸೇವೆ ಉಂಟಲ್ಲ, ಅದು ಬಹಳಷ್ಟು ಶ್ರೇಷ್ಠವಾದದ್ದು. ಯಾಕಂದರೆ ಒಂದೊಂದು ತಿಂಗಳಿಗೆ ಒಂದು 2-3 ತಿಂಗಳಿಗೆ ಒಂದಂತೆ 2-3 ಪ್ರೋಗ್ರಾಮ್ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅದು ಕೂಡ ಸಮಾಜ ಸೇವೆ. ಏನು ಹೇಳಿದರೆ ಆರೋಗ್ಯ ಇರ್ಬೋದು, ಸಮಾಜ ಆಗಿರ್ಬೋದು, ವಿದ್ಯಾರ್ಥಿಗಳಿಗಾಗಿರ್ಬೋದು, ಹಾಗೆ ಬೇರೆ ಬೇರೆ ಇದು ಕ್ಷೇತ್ರದಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಿರುವ ನಿಮ್ಮ ಈ ದುಡಿಮೆ ನಿಜಕ್ಕೂ ಶ್ಲಾಘನೀಯ ಹಾಗೂ ಅಭಿನಂದನಾರ್ಹವಾಗಿದೆ. ನೀವು ಇನ್ನಷ್ಟು ಪತ್ರಿಕೆ ಮತ್ತು ಫೋಟೋಗ್ರಾಫರ್ಸ್ ನೆಂಟು ಇನ್ನಷ್ಟು ಹತ್ತಿರವಾಗಬೇಕು ಎಂದು ನಾನು ಕೇಳಿಕೊಂಡು
ಈ ಸಂದರ್ಭದಲ್ಲಿ ನನಗೆ ಇಲ್ಲಿ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ತಮಗೆಲ್ಲರಿಗೂ ವಂದನೆಗಳು. തുടർന്ന് ദീപാവലി ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ രതീഷ് രാമുവിന് മെമന്റോയും മത്സരത്തിൽ പങ്കെടുത്തതും AKPAയിൽ വിവിധ പദവികൾ നേടിയ മുതിർന്ന ഫോട്ടോഗ്രാഫർ ഗോവിന്ദൻ ചങ്ങരക്കാടിന് സർട്ടിഫിക്കറ്റും അദ്ദേഹം വിതരണം ചെയ്തു. ഈ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം നേടിയ മണീഷ് സിഗ്നേച്ചറിന് AKPA ജില്ലാ ഫോട്ടോഗ്രാഫി നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്ററും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ 2 മത്സരങ്ങളുടെ വിധികർത്താവായ ദിനേശ് ഇൻസൈറ്റ് മെമന്റോ നൽകി. മുൻകാലത്തേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ മൊബൈൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത AKPA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് വാമൻകുമാർ വെസ്റ്റ് യൂണിറ്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. തുടർന്ന് കേരളപ്പിറവി ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാനഗർ യൂണിറ്റിലെ സനലിന് മെമന്റോ, സാരി, സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം ചെയ്തു. മേഖലാ സെക്രട്ടറി സരിത യെല്ലോറ 2ാം സ്ഥാനം നേടിയ കൃഷ്ണ യെല്ലോറയ്ക്ക് മെമന്റോ, സാരി, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി. ഈ ചടങ്ങിൽ AKPA ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനു യെല്ലോറ, ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന ഫോട്ടോഗ്രാഫറുമായ മൈന്ദപ്പ, മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ വീഡിയോനിക്സ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗണേഷ് റായ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഭിഷേക് സി ഗജാൻജി അമിത്, കമ്മിറ്റി അംഗങ്ങളായ നാരായണൻ ടി, വാസു എ, ചന്ദ്രശേഖർ എം, വിശാഖ്, ഉദയ, ലാവണ്യ എന്നിവർ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി ശാലിനി രാജേന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. കൂടാതെ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയും സമ്മാന വിതരണം അവതരിപ്പിക്കുകയും ചെയ്തു. യൂണിറ്റ് PRO വിനോദ് കല്ലങ്കൈ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയും വ്യവസായി സംഗമവും 16, 17, 18 തീയതികളിൽ കൊച്ചി അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. വ്യവസായി മഹാസംഗമം 18-ന് വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ, അതുപോലെ തന്നെ കൊച്ചി, കളമശ്ശേരി നമ്മുടെ സംസ്ഥാന ഓഫീസും ഉള്ള ഒരു സംഘടനയാണ്. സംഘടന എന്ന് പറയുമ്പോൾ കൊടികുത്താനും ഇല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനുള്ള അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് തീരെ മാറി നിന്നിട്ട് നമ്മൾ ചെറുകിട വ്യവസായികളുടെ പ്രശ്നങ്ങൾ അതത് സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തിക്കുകയും അതിന് പരിഹാരം കണ്ടുകൊണ്ട് കാണാനുള്ള ഒരു എഫേർട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, KSSI. ഇപ്പോൾ കൊച്ചിയിൽ അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് നമ്മൾ ഈ എക്സിബിഷൻ എക്സ്പോ നടത്താൻ പോകുന്നത്. ഏകദേശം 600ഓളം സ്റ്റാളുകളാണ് നമ്മൾ അവിടെ, അതിൻ്റെ 600 സ്റ്റാളുകൾക്കാണ് അവിടെ ഒരുക്കങ്ങൾ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പോ ആണ്, ഇൻഡസ്ട്രിയൽ മെഷീനറിയാണ്. പ്രൊഡക്റ്റ് എക്സിബിഷൻ അല്ല, ഇൻഡസ്ട്രിയൽ മെഷീനറി എക്സിബിഷനാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിന് 18-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ സാറാണ് ഇതിനെ ഉദ്ഘാടനം നടത്തുന്നത്. അതുപോലെ തന്നെ 16, 17, 18 തീയതികളിലാണ് ഇത് നടക്കാൻ പോകുന്നത്. 16-ാം തീയതി കേരള ധനമന്ത്രി ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കേന്ദ്ര മന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറാണ് 18-ാം തീയതി നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും മറ്റുള്ള മന്ത്രിമാർ ഈ വേദി സന്ദർശിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. സംസ്ഥാനത്ത് ഉടനീളമുള്ള MSME യൂണിറ്റുകൾക്ക് വളരെ ഉപയോഗപ്രദമാകുന്ന പോലെയാണ് ഇതിനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മെഷീനറി മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ആൾക്കാരെയൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ട് അതിവിടെയുള്ള അതായത് പുതിയ സംരംഭകരെ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ്. അപ്പം ഇത് ഒരുവിധം
വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ആളുകൾ, കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവൻ ചൈന, UAE, ജർമ്മനി, ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കമ്പനികൾ, മാനുഫാക്ചറേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പുതിയ, അതായത് ലോകത്ത് സംഭവിച്ച് കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ പരിചയപ്പെടുത്താനും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു എക്സിബിഷൻ. അപ്പോൾ ഇതിൽ ഈ ഒരു എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും വലിയ തോതിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് നിന്ന് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും, കാരണം നമ്മുടെ KSIയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളും അതുപോലെ ഈ സംരംഭക വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. KSSIA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് S. രാജാറാമ, ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KV സുഗതൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രസീഷ് കുമാർ M, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ K. അഹമ്മദ് അലി, K. രവീന്ദ്രൻ, KT സുഭാഷ്, ബിന്ദു C, PV രവീന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് അലി റെഡ്വുഡ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രത്നാകരൻ നമ്പ്യാർ, അലി നെട്ടാർ, ഉദയൻ C എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കണ്ണാട് ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച ശിവജ്യോതി ഭവന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. രാജയോഗി ബ്രഹ്മകുമാർ ഡോക്ടർ ബസവരാജ രാജ ഋഷിജി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന നാളെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ്. ജനുവരി 4-ാം തീയതി രാവിലെ 11 മണിക്ക് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ പുറകുവശം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടകനായിട്ട് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ, അതായത് ഉദ്ഘാടകൻ ബ്രഹ്മകുമാർ, അതായത് രാജയോഗി ബ്രഹ്മകുമാർ ഡോക്ടർ ബസവരാജ രാജഋഷിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കർണാടകയിൽ നിന്ന് വിശേഷമായ ഒരു ഈ ആധ്യാത്മികതയിൽ ഭഗവത്ഗീത ഒരു മ്യൂസിയമുണ്ട് ഹുബ്ബള്ളിയിൽ വലിയത്. ഇനി അതുകൂടാതെ അവർ ഭഗവത്ഗീത റിസർച്ച് ചെയ്ത് അതിൻ്റെ മേൽ PhD ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ബ്രഹ്മകുമാരീസിൻ്റെ അവർ ഡയറക്ടറാണ് ഹുബ്ബളി സോണിൻ്റെ. അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയ 1936 മൗണ്ട് അബു രാജസ്ഥാനിൽ സ്ഥാപനമായി. ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 140 രാജ്യങ്ങളിലായിട്ട് 8000 ബ്രാഞ്ചുകൾ ഭാരതത്തിൽ ഇത് പ്രവർത്തിക്കുകയാണ്. ജാതി മതം ഒന്നുമില്ലാത്ത എല്ലാവർക്കും ഈശ്വരൻ, ദൈവം, പരമാത്മാ ഏകദേവനാണെന്ന സന്ദേശം എത്തിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇവിടെ സ്ത്രീകൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് സ്ത്രീകളിലൂടെ തന്നെ ഭഗവാൻ ഇതിനെ സ്ഥാപിച്ചിട്ട് ശിവശക്തിയർ എന്ന പേരിലൂടെ കാര്യം പ്രവർത്തിക്കുകയാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രായത്തിൻ്റെ വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല. 3 വയസ്സ് മുതൽ 100 വർഷം വരെ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇതിനെ ആത്മീയമായിട്ടുള്ള രാജയോഗ മെഡിറ്റേഷൻ എന്ന ധ്യാനം പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഈശ്വരീയ ജ്ഞാനം കേൾക്കുക എന്നതാണ്, ജനങ്ങൾക്ക് സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യ മനസ്സിൽ ഇപ്പോൾ ദുഃഖവും അശാന്തിയും ടെൻഷനും ഭയം ഈ കൂടിയ സമയത്തിൽ ഈശ്വരീയ ജ്ഞാനം എന്നാൽ ഈ സത്യ മനസ്സമാധാനത്തിന് വേണ്ടിയും ഓരോരുത്തരുടെ മനസ്സിനെ ശാന്തി പകരാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ബ്രഹ്മകുമാരി ആശാജി, ബ്രഹ്മകുമാരി ജ്യോതി, ബ്രഹ്മകുമാരി രാജലക്ഷ്മി, ബ്രഹ്മകുമാരി ഗീത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പാണത്തൂർ ഗവൺമെന്റ് വെൽഫെയർ ഹൈസ്കൂളിൽ SPC ക്രിസ്മസ് വെക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. പാണത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ക്രിസ്മസ് വെക്കേഷൻ ക്യാമ്പ് സമത ആരംഭിച്ചു. ക്യാമ്പ് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ ട്രെയിനിങ് നടക്കാൻ വേണ്ടി ഇവിടെ പോവുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. SPC കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത അനുഭവങ്ങൾ കുറേ കൂടി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ജീവിതത്തിന് എങ്ങനെ വരും കാലങ്ങളിൽ അവർ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. PTA പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക അംബിക, വാർഡ് മെമ്പർ റീന തോമസ്, രാജപുരം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അസീസ് NP, മോൻസി P. വർഗീസ്, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ബിന്ദു P, രമേശ് N, SMC ചെയർമാൻ MK സുരേഷ്, PTA വൈസ് പ്രസിഡന്റ് നാഗേഷ് PV, സ്റ്റാഫ് സെക്രട്ടറി സുമതി PK, MPTA പ്രസിഡന്റ് പുഷ്പ ഗണേശൻ, SPCPO പത്മപ്രിയ ജോസ് എന്നിവർ സംസാരിച്ചു. 3 ദിവസമായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് കമ്മിറ്റി പ്രവർത്തന പരിധിയിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് കമ്മിറ്റി പ്രവർത്തന പരിധിയിലെ അംഗങ്ങളായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി. പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. 20-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം K. രുക്മിണി, 22-ാം വാർഡ് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട KM മിനിമോൾ, 24-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അജിത VM, 25-ാം വാർഡ് കൌൺസിലർ KV സജിത എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പുതുക്കൈയിൽ നടന്ന ചടങ്ങ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ, അതുപോലെ ഇന്നുള്ള ദുരിതങ്ങളൊക്കെ മാറുമെന്നുള്ള നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഇനി വരുന്ന വർഷങ്ങളിൽ പരിഹാരം കാണുമായിരിക്കും എന്നുള്ള നമ്മുടെ പ്രതീക്ഷ അത് 2026 നിറവേറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ 2025-30 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളാണ് ഇവർ. ജനാധിപത്യ മഹിളാ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവമായിട്ടുള്ള നിമിഷമാണ്. കാരണം പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിക്ക് ഒരുപാട് ജനപ്രതിനിധികൾ, നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രുക്മിണി, അതുപോലെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അജാനൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സഖാവാണ്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് വളരെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ സാരഥിയായിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അവിടുത്തെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സബിതയാണ്. വില്ലേജ് പ്രസിഡന്റ് PV ലീല അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി PV മോഹനൻ, ബ്രാഞ്ച് സെക്രട്ടറി P. വനജാക്ഷി എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി A. സൗമിനി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TV പ്രേമ നന്ദിയും പറഞ്ഞു. M. ശാരദ, K. മിനി, PV ഷീജ, SV പ്രീതി, P. ചിന്താമണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ലോഗോ ഒരുങ്ങി. ബേക്കൽ DYSP PV മനോജ് ലോഗോ പ്രകാശനം ചെയ്തു. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ലോഗോ ബേക്കൽ DYSP VV മനോജ് പ്രകാശനം ചെയ്തു. ഒരു സംഘാടക സമിതിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ബേക്കലിൽ ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാലക്കുന്ന് ഭരണി ഉൾപ്പെടെ ഒരുപാട് 2-3 നമ്മുടെ വയനാട്ടിൻകുളം തന്നെ 3 ഉണ്ടായിരുന്നു. 2 അല്ലേ? ഒന്ന് പാണത്തൂർ രാജപുരാണ്. ഇതടക്കം ടോട്ടൽ 3. ഞാൻ പറഞ്ഞത് നമ്മുടെ സബ് ഡിവിഷൻ ബേസിലാണ്. ഇവിടെ 2 ഈ 2 അതുകൂടാതെ നമ്മുടെ പാലക്കുന്ന് ഭരണി, ഈ 3 ഉത്സവങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് യാതൊരു വിഷയമില്ലാതെ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട്. ഉത്സവങ്ങളായാലും ശരി, മറ്റ് പ്രശ്നങ്ങളായാലും ശരി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് കേസുകൾ റിപ്പോർട്ടാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്.
പക്ഷെ ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർ കൂടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ കഴിഞ്ഞ വയനാട് പുലവൻ മഹോത്സവത്തിൽ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ കെ വി അപ്പു, കൃഷ്ണൻ ചട്ടഞ്ചാൽ, ട്രഷറർ പി വി ചിത്രബാനു, ജനറൽ കൺവീനർ കെ സുകുമാരൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, മീഡിയ കമ്മിറ്റി ചെയർമാൻ പാലക്കുന്നിൽ കുട്ടി, പള്ളിക്കര പഞ്ചായത്ത് അംഗം കൃഷ്ണൻ പുല്ലൂർ, പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ കെ രവിവർമ്മൻ, മാതൃസമിതി കൺവീനർ പി കെ ഇന്ദിര എന്നിവർ സംസാരിച്ചു. ലോഗോ രൂപകൽപ്പന ചെയ്ത കണ്ണൂർ പൊടിക്കുണ്ടിലെ ജ്യോതിഷ് കുമാറിനെ അനുമോദിച്ചു. ഏപ്രിൽ 7 മുതൽ 9 വരെയാണ് തെയ്യംകെട്ടുത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ക്ഷേത്ര ഉത്ഭവ രേഖ ചിത്ര സമർപ്പണ ചടങ്ങ് നടന്നു. തുളസിത്തറ സമർപ്പണവും നടന്നു. കൊല്ലൂർ മൂകാംബിക ദേവീ സങ്കല്പമുള്ള ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ക്ഷേത്ര ആവിർഭാവത്തിന്റെ കഥാരൂപ രേഖാചിത്ര സമർപ്പണ ചടങ്ങും തുളസിത്തറ സമർപ്പണവും നടന്നു. 1968 കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിൽ നിന്നുമാണ് ക്ഷേത്ര ആവിർഭാവത്തിനുള്ള സന്ദർഭം ഉരുത്തിരിയുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് കുടുംബം പുറപ്പെടുന്നതു മുതൽ ഗംഗോളിപ്പുഴയിലെ തോണിയാത്രയും തേജോമയിയായ അമ്മയുടെ രൂപസാന്നിധ്യവും ക്ഷേത്ര ദർശനവും തുടർന്ന് ക്ഷേത്ര ഉൽപ്പത്തിക്ക് നിദാനമായ കഥയുമാണ് ഈ രേഖാചിത്രത്തിൽ വരച്ചുകാട്ടുന്നത്. കെ കൃഷ്ണനിൽ നിന്നും ക്ഷേത്ര സർവാധികാരി കെ കുഞ്ഞിരാമൻ ഭദ്രദീപം സ്വീകരിച്ചുകൊണ്ട് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന പൂജയുടെ ഭാഗമായി മഹാപൂജ, ദീപസമർപ്പണം, തുലാഭാരം എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നടത്തി. MN സ്മാരകത്തിൽ നടന്ന യോഗം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ അംഗങ്ങളെ സംഘടന ആദരിച്ചു. MN സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അല്ലാത്തവരായാലും എല്ലാം സീനിയർ സിറ്റിസൺസിനുള്ള ഗുണമുണ്ട്. അവരെ ഇപ്പോഴും ജനം അംഗീകരിക്കുന്നു എന്നല്ല ഇതർത്ഥം. പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ കൂടുതൽ മത്സര രംഗത്തേക്ക് വരികയും തെരഞ്ഞെടുക്കപ്പെടുകയും ഭരണാധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. പക്ഷെ അതിനിടയിൽ നാട്ടിൽ പൊതു സ്വീകാര്യത, പൊതുവിൽ അംഗീകാരം നേടിയെടുക്കാൻ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങളുമായുള്ള ബന്ധമാണ് അതിനടിസ്ഥാനത്തിൽ. ടി കൃഷ്ണൻ, എ തമ്പാൻ, VM കുമാരൻ, പി ഓമന, പി ഗോവിന്ദൻ, 100 വയസ്സ് തികഞ്ഞ കണ്ടംകുട്ടിച്ചാലിലെ കെ പക്കീരൻ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ, കാഞ്ഞങ്ങാട് മുൻ നഗരസഭാ കൌൺസിലർ മിനിമോൾ, BP അഗീതായ എന്നിവർ സംസാരിച്ചു. 2026 സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ മുതിർന്ന അംഗം കെ പക്കീറിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വയോജന പെൻഷൻ 5000 രൂപയാക്കുക, വയോജന വകുപ്പ് രൂപീകരിക്കുക, വയോവന്ദന സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലൻ ഓളിയേക്കാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി തമ്പാൻ മേലത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൈസൂരു ഹുൻസൂരിലെ ജ്വല്ലറി കവർച്ച നടന്ന് ഒരാഴ്ചയായിട്ടും പ്രതികളെക്കുറിച്ച് സൂചനയില്ല. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ നിന്നും കവർച്ച പോയത് 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ. തൃക്കരിപ്പൂർ ഹോട്ടൽ അക്രമം, കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ 4 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം, യുവാവിനെതിരെ കേസ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്.
പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ കയ്യിലേക്കെത്തിയാൽ അത് ജീവൻ തുടിക്കുന്ന മനോഹരങ്ങളായ വസ്തുക്കളായി മാറും. കരവിരുതുകൊണ്ട് കാഴ്ചകളുടെ വിസ്മയലോകം തീർത്ത് ആയിഷ ലിയ. യേശുദാസിന്റെ 86ാം ജന്മദിനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സംഗീതാർച്ചന സംഘടിപ്പിക്കുമെന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്തായിരിക്കും പരിപാടി. KPSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ശിവജ്യോതി ഭവന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. രാജയോഗി ബ്രഹ്മകുമാർ ഡോക്ടർ ബസവരാജ രാജ ഋഷിജി ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.